പാലക്കാട്ട് ബാങ്ക് വിളിയോടൊപ്പം നഹാരയുടെ ശബ്ദം കൂടി കേൾക്കാം. ഷാഫി ജുമാ മസ്ജിദിലാണ് നഹാരയുടെ ശബ്ദം ഇന്നും നിലയ്ക്കാതെ കേൾക്കുന്നത്. നഹാരകുട്ടി ബാങ്ക് വിളിയുടെ സമയം അറിയിക്കുകയാണിവിടെ. ഒരു നൂറ്റാണ്ടിലധികം നീളുന്ന ചരിത്രമുണ്ട് നഹാരയ്ക്ക്. പണ്ട് വൈദ്യുതി ഇല്ലാത്ത കാലം ഒരുപക്ഷെ മഹലിലുള്ളവർ ബാങ്ക് വിളി കൊണ്ട് മാത്രം നിസ്കാര സമയം അറിയണമെന്നില്ല. ബാങ്ക് വിളി കേൾക്കാത്ത ദൂരത്ത് താമസിക്കുന്നവർക്കാണ് നഹാരയുടെ ശബ്ദം. ഇപ്പോൾ മൈക്കുകൾ ഇപ്പോൾ നേരത്തെ 2 കോളാമ്പി ആയിരുന്നു, ഇപ്പോൾ 4, 5, 6 കോളാമ്പി ഉണ്ട്. കാരണം അത്രത്തോളം സൗണ്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതിനെ ഒഴിവാക്കുന്നില്ല. ഈ ഇടയിലാണ് ഏകദേശം ഒരു 10-15,000 രൂപ ചിലവാക്കിയിട്ട് ഒരു 6-7 കൊല്ലത്തിന് മുന്നിൽ ചിലവാക്കി നമ്മൾ റീവർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എന്ത് കേട് വന്നാലും ഇതിന് നമ്മൾ കൈ ഒഴിയാനുള്ള ഉദ്ദേശമില്ല. ആരന്മാർ തുടങ്ങി വെച്ചതാണല്ലോ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് മാത്രം. അത്താഴത്തിന് ചോറ് വയ്ക്കാൻ വേണ്ടി 12 മണി സമയത്തും നഹാരം മുട്ടും. ഇത് കഴിഞ്ഞ് ആൾക്കാർ വാച്ചില്ലല്ലോ, അത് മുട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തും. കേരളത്തിൽ ഷാഫി ജുമാ മസ്ജിദ് പോലുള്ള ചില പള്ളികളിൽ മാത്രമേ ഇന്നും നഹാര കൂട്ടുന്നുള്ളൂ. നോമ്പുതുറ സമയം അറിയാനും നഹാര ഉപയോഗിക്കും. ദഫ് മുട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പ്രധാനം. അപ്പോൾ അതുപോലെ ഈ നോമ്പ് കാലത്തായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും സമയം അറിയിക്കാൻ വേണ്ടിയിട്ടാണിത്. നോമ്പ് കാലത്ത് മറ്റേ വൈകുന്നേരം എത്ര മണിക്കാണത് മറ്റേ നോമ്പ് തുറക്കുന്നത് ആ സമയം അറിയിക്കാൻ വേണ്ടി നമ്മൾ ദഫ് മുട്ടുകയാണത്. മുമ്പ് ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നഗറ അടിച്ചാണ് ഇവിടുത്തെ ജനങ്ങളിനെയൊക്കെ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നഗറ അടിക്കും. ഇത് കൃത്യമായിട്ടും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 20 മിനിറ്റ് മുമ്പ് നഗറ അടിച്ചിട്ടാണ് ഇത് ബാങ്ക് വിളിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.